പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സലിയ ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ. അത് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും വരുന്നത് പോലെ തന്നെ ഇന്നും സിലുവിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. ഇപ്പോൾ 2-3 വീഡിയോ ചെയ്തു, അപ്പോൾ ഇതും ഒന്ന് ചെയ്യണമെന്ന് തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു CCTV ഫുട്ടേജ് ഇറങ്ങിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല പുറത്ത് വിട്ടേക്കണത്, നമ്മുടെ ഷെഫീന ബീവി തന്നെയാണ് പുറത്തേക്ക് വിട്ടേക്കണത്. സിലു ഷെഫീന ബീവിക്ക് അയച്ചു കൊടുത്താണെന്നാണ് പറഞ്ഞത്. ഷെഫീന ബീവി അത് സിലു വൺ ടൈം ആയിട്ടാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷെഫീന ബീവി ആരാ മോൾ അത് റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് അത് എന്താണ് പബ്ലിക് ആക്കിയിട്ടുണ്ട്. ഇതുവരെയും ഗഫൂർ ഖാനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എന്താണ് CCTV ഫുട്ടേജ് കൊണ്ട് ഗഫൂർ ഖാനെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും ഇപ്പോൾ നെഗറ്റീവാണ് പറയുന്നത്. ഇതുവരെയും സിലുവിനെയായിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നത്. സിലുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്നവരെല്ലാം സിലുവിനെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേര് മാത്രമാണ് സിലുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, സിലുവിൻ്റെ അവസ്ഥ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഷെഫീന ബീവി അടക്കം സിലുവിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് സത്യം മനസ്സിലായതും പിന്നെ അത് പബ്ലിക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി പുള്ളിക്കാരി അത് പബ്ലിക് ആക്കി. ഇതിപ്പോൾ മൊത്തം വൈറലായിരിക്കുകയാണ്. എന്തായാലും ആ CCTV ഫുട്ടേജിൻ്റെ ഫുൾ ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു ഫുട്ടേജാണ്. എന്താണ് ആ കസേര എറിയുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ മേളിൽ വീഴാത്തത് എന്തോ ഭാഗ്യം. അപ്പം എന്താണ് ഷെഫീന ബീവി ഇത് പറയുന്നത്, എന്താണ് സിലു അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സംഭവിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരി വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് സിലു ഷെഫീനക്ക് അയച്ചു കൊടുത്തതാണ്. അത് സിലു ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് തന്നെ പറയാം. നമ്മൾ വൺ ടൈം ആക്കി ഇട്ടാലും നമ്മൾ ഒരു ഇതിൽ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളെന്തായാലും നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ സിലുവിൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല, ഒന്നും കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരി ഈ ഒരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഷെഫീന ബീവിയുടെ എല്ലാ സ്വഭാവം അറിഞ്ഞിട്ട് പുള്ളിക്കാരി ഷെഫീന ബീവിക്ക് തന്നെ വൺ ടൈം ആയിട്ട് അയച്ചു കൊടുത്തതിൽ ആണ് ഏറ്റവും വലിയ തെറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്ന് പറയില്ല, ആ ഒരു രീതിയാണ് ഷെഫീനൻ്റെ കയ്യിൽ ഈ ഒരു ഇത് കൊടുത്താൽ സംഭവിക്കുന്നത്. എന്തായാലും ഷെഫീന ബീവി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. ഇവിടെ ഒരു ചെറിയ വീഡിയോ വെക്കാം. എനിക്കറിയില്ല ഇത് എത്രത്തോളം കാണിക്കാൻ പാടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഈ വീഡിയോയിൽ കാണുന്ന ഈ സിനാരിയോ ഉണ്ടല്ലോ, ഇത് വ്യക്തമായി പറഞ്ഞാൽ അവൻ കാണിച്ചൊരു പോക്കൃത്തത്തിന്റെ ഒരു കാര്യം മാത്രമാണ്. അവള് വീട്ടിൽ CCTV വെച്ചത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ക്ലിപ്പിംഗ് ആണ്. ഇതെനിക്ക് വൺ ടൈം അയച്ചാണെങ്കിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തതാണ്. എന്റെ അടുത്ത് ഈ വൺ ടൈം കളിയൊന്നും കളിക്കരുത് ദയവ് ചെയ്ത്. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ മൊത്തം ക്യാമറ കൊണ്ട് നടക്കുന്നത്. ഞാനൊരു ബിഗ് ബോസാണ്, ചെറിയ ബിഗ് ബോസ്. അതാണ് ഷെഫീന ബീവി തന്നെ പറയുന്നത്, ഞാനൊരു ലേഡി ബിഗ് ബോസ് ആണ്, എൻ്റെ അടുത്ത് വൺ ടൈം അയച്ചാലൊന്നും കാര്യം നടക്കില്ല. അത് ഏതാളാണെങ്കിലും എങ്ങനത്തെ ആൾക്കാരാണെങ്കിലും നമ്മൾ പുള്ളിക്കാരൻ്റെ അടുത്ത് വിളിച്ചിട്ട് നമ്മുടെ വിഷമങ്ങൾ പറയും. അത് പുള്ളിക്കാരി എല്ലാം നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് ആ ഒരു കാര്യം എടുത്തിട്ട് പുള്ളിക്കാരുടെ ചാനലിൽ എടുത്തിടും. അതാണ് ഏറ്റവും വലിയ സ്വഭാവം. സിലുവിന് ഷെഫീന ബീവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും സിലു ഈ ഷെഫീന ബീവിക്ക് ഈ ഒരു ഫുട്ടേജ് അയച്ചു കൊടുത്തത് ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരം ആണെന്ന് തന്നെ പറയാം. പുള്ളിക്കാരി സിലുവിന് ആഗ്രഹമുണ്ട് സിലുവിൻ്റെ കാര്യങ്ങളൊന്നും ഡിവോഴ്സായി അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് എന്നുള്ള കാര്യം ഒന്നും പുറത്തറിയരുതെന്ന് പുള്ളിക്കാരി മറച്ചു വെച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം വേറൊരാൾ മുഖേന പുറത്തറിയാൻ വേണ്ടി ഈ ഒരു ഇത് ചെയ്തതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. ഞാൻ സിലുവിനെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം സിലു ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇത് ചെയ്യരുതായിരുന്നു. എന്താ വെച്ചാൽ ഈ പുള്ളിക്കാരിയുടെ സ്വഭാവം ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം. നമ്മുടെ തോളിലിരുന്ന് ചെവി തിന്നാന്ന് പറയില്ല, ആ ഒരു ഇതാണ് ഷെഫീന ബീവിയുടെ. നമ്മുടെ രഹസ്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി അതെടുത്തിട്ട് പബ്ലിക്കാക്കും. അത് നമ്മൾ വൺ ടൈം അല്ല, നമ്മൾ ഏത് രഹസ്യത്തിൻ്റെ പുറത്ത് കൊടുത്താൽ നമ്മളിപ്പോൾ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കൂടി പുള്ളിക്കാരി അത് റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടും. അതുകൊണ്ട് പുള്ളിക്കാരുടെ സ്വഭാവം പല വീഡിയോസിലും പറയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ അങ്ങനെ ആ ഒരു പൊട്ടത്തരം ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ
എന്താണ് അനുവിൻ്റെ ബിഗ് ബോസിൽ അനുവിൻ്റെ ആ ഒരു വിഷയത്തിൽ വിനു എന്ന് പറയുന്ന ആൾ ആ ഒരു സംഭവത്തിൽ വിനു ഷെഫീന ബീവിനെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് യാതൊരു കാരണവശാലും പുറത്ത് പറയരുത് എന്ന് വിനു ഷെഫീന ബീവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പക്ഷേ അതെല്ലാം എടുത്ത് വീഡിയോ ആക്കി, തെളിവ് സഹിതം വീഡിയോ ആക്കി. പക്ഷേ അതെല്ലാം വിനുവിനും അനുവിനും എന്താണ് പുറത്ത് ഭയങ്കര ഇമേജായി അനു കപ്പ് കൊണ്ട് പോയി എന്ന് തന്നെ പറയും. അപ്പോൾ അതാണ് നമ്മൾ വേറെ ഒരാളുടെ അടുത്ത്, മൂന്നാമത് ഒരാളുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് നമ്മൾ ഇതാണ് സത്യാവസ്ഥ, ഒരാളെങ്കിലും മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പബ്ലിക്കാക്കാൻ ആഗ്രഹമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വേറൊരാൾക്ക് അത് കൊടുക്കുന്നതിനോട് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അത് ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണ്. എന്തായാലും നമുക്ക് ഗഫൂർ ഖാൻ്റെ കുറച്ച് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഗഫൂർ ഖാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. വലിയ ഉപകാരം എനിക്ക് എൻ്റെ മക്കൾക്ക് തന്നതിന് ഈ പ്രായത്ത് ഇതൊക്കെ കളിച്ചു കളഞ്ഞ ആരും അടുത്തൂട്ടി പോയിരിക്കുമ്പോൾ അവരെ ഇറക്കിവിട്ട് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ അമ്മ വേണം പറഞ്ഞു. ഞങ്ങൾ എനിക്ക് പറ്റില്ല വേണ്ട പറഞ്ഞു. പിന്നെ കസുകൊണ്ട് സങ്കടപ്പെടണ്ട, കാരണം നമുക്ക് നമ്മളെ കഴിയുന്നത് നമ്മൾ ചെയ്യും. അതാണ് ഇപ്പോ എനിക്ക് പറയാനുള്ളത്. എനിക്ക് കസ്റ്റമർ ഭക്ഷണം കിട്ടി തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ബുക്ക് നിങ്ങൾ വിളിച്ചപ്പോ എന്തായാലും ാക്കി, കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലായി, കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ തരാൻ പറഞ്ഞിട്ട് കേട്ടോ. ശരി, നല്ല കളറാണ്. ഇത് കുഷിന് തൂക്കാനുള്ള ചെയിൻ എല്ലാം ഉണ്ടാവും കേട്ടോ. ഇത് മോനെ പിടിച്ചിട്ട് പിടിക്കേ, കുഴപ്പമില്ല. നന്ദിയല്ല, ഇതുണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥന ഉണ്ടാവും, വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കുഷിന് ഏതാ വേണ്ടത്? അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ. ഒരു എന്താണ് പുള്ളിക്കാരൻ ഫസ്റ്റ് ഇട്ട ഒരു വീഡിയോൻ്റെ താഴെ എൻ്റെ മോനിങ്ങനെ ഈ ഊഞ്ഞാലിന് വേണ്ടിയിട്ട് കരയുന്നു, എനിക്കൊന്ന് ഫ്രീ ആയിട്ട് തരുമെന്ന് ചോദിച്ചിട്ട് ഒരു സ്ത്രീ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീനെ നേരിട്ട് വിളിച്ചിട്ട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് ഊഞ്ഞാൽ കൊടുക്കുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പം അതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ കമൻറ്റ്. ഞാനത് ഇവിടെ കാണിക്കണമെന്നില്ല, അതിൽ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കാം, അല്ലാതെ ഒരു ഊഞ്ഞാലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുന്ന ആൾക്കാരനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു കമൻറ്റ് കണ്ടു. അതുപോലെ തന്നെ ഇത് നാടകമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ്, ഇത് ഈ എന്താണ് സ്വന്തം മക്കളെ നോക്കാണ്ട് എന്താണ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം നിൽക്കുന്നു, നിങ്ങൾക്ക് നാണമില്ല ഗഫൂർ ഖാൻ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പല വിധത്തിലുള്ള കമൻറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ കൊടുക്കുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു കമൻറ്റായിട്ട് റിയാക്ഷൻ വീഡിയോക്കാർക്കൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. താത്താക്ക് ഊഞ്ഞാല ഫ്രീ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവരും ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താത്താന്റെ കഷ്ടങ്ങളൊക്കെ മനസ്സിലായി സംസാരിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഫ്രീ കൊടുത്തത്. ഊഞ്ഞാലും കാര്യങ്ങളും ഫ്രീ കൊടുത്ത് അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ, എന്തിനാ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വിൽക്കുന്നത്. സെൽഹാനോട് സമ്മതത്തോടെ, സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വിൽക്കുന്നത്. വീട് വിൽക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും, വാടക കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്നതിന് വേറെ പ്രത്യേക കാരണം. നമ്മള് 20 സെന്റ് സ്ഥലം സെൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അപ്പൊ അതിനൊക്കെ ഇപ്പൊ ക്യാഷ് വേണ്ട. അപ്പൊ ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഒരിക്കലും മാറ്റില്ല, അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നു കൊണ്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ് അറിയില്ല. കാരണം ഒരു കമന്റ് എന്റെ വാട്സപ്പില് സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും GPay നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല, അതാവസ്ഥ. പിന്നെ അവരുടെ വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഒക്കെ പഠിച്ചു വരുമായിരിക്കും. അപ്പൊ എന്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത്. അപ്പൊ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് വരുമാനം
ഇതിനു വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിലുണ്ട്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് അൽഹംദുലില്ലാ. പിന്നെ കടങ്ങളൊന്നുമില്ല, കടങ്ങൾ ഉണ്ടായിരുന്നു, വീടിൻ്റെ സെൽഫ് വിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് 3-4 ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു ബിസിനസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം, അത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഞാനൊരു പ്രവാസിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വരുമാനവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രവാസത്തിലോട്ട് പോകുന്നത്, ഇവിടെ തന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് നടന്നാൽ പോരെ. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് എന്തൊക്കെയോ നുണയാണ് പറയുന്നത് എന്നുള്ളത് 100% അതിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ കുട്ടികളുടെ കാര്യമെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്, അതുപോലെ തന്നെ ഈ വീട് വിൽക്കാൻ പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം സലഹ അപ്പുറത്ത് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, 25-30 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിറ്റിട്ട് അവിടെ വീട് വെക്കാനാണ്, പുതിയൊരു വീട് വെക്കാനാണ്, അത് മക്കൾക്ക് തന്നെയാണ് ഇതാവുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു മറുപടി ആയിട്ടൊന്നും സിലു വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ആരാണ് നുണ പറയുന്നത് ആരാണ് സത്യം പറയുന്നതെന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും സിലുവിനെ സംബന്ധിച്ച് സിലുവിൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്ന സമയത്ത് സിലു ആണ് യഥാർത്ഥം എന്ന് തോന്നുന്നുണ്ട്. ഇത് പുള്ളിക്കാരൻ്റെ ഇതെല്ലാം കളത്തരെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പുള്ളിക്കാരൻ പുതിയൊരു നുണകളായിട്ട് വന്നിരിക്കുകയാണോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യസന്ധമാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഫുട്ടേജൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ സ്വഭാവം ഏകദേശം നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ പല ആളുകളും പറയുന്നുണ്ട് പുള്ളിക്കാരൻ കാണുന്നത് പോലെയല്ല, യഥാർത്ഥത്തിൽ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ കുറച്ച് ദേഷ്യക്കാരനാണ്, കാണുമ്പോൾ നമുക്കൊരു പാവം തോന്നും, പക്ഷെ പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും റിയാക്ഷൻകാരനെ കുറച്ച് കുറ്റം പറയുന്നുണ്ട് കേട്ടോ, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിൽ ഞാൻ ഇതായിപ്പോയി, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം നമുക്ക് വണ്ടി ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ നെഗറ്റീവ് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കവും ഇല്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലേ വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സലിയ ഒരിക്കലും ഡിവോഴ്സായി എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. ഒരുപാട് ആൾക്ക് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സായി സാറ്, പിന്നെ അത് നമ്മുടെ കൈസ്, അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്ര അംഗീകരിക്കാൻ പറ്റില്ല, അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക, അതിൽ കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇടുക, കാരണം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള. സായും അതുപോലെ തന്നെ കൈസൊക്കെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നത്. സപ്പോർട്ട് ചെയ്യാതെ കുറ്റം പറയുന്നവർക്കാണ് പുള്ളിക്കാരനോട് കൊട്ടു കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിലുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഗഫൂർ ഖാനെ കുറ്റം പറയുന്ന ആൾക്കാർക്കിട്ടാണ് കൊട്ടു കൊടുത്തിരിക്കുന്നത്. സായിനെയും അതുപോലെ കൈസിനെയും ഒന്ന് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ കൈസിന് ഏകദേശം കാര്യങ്ങൾ കുറച്ച് മനസ്സിലായിട്ടുണ്ട്. കൈസ് ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് ഗഫൂർ ഖാൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ സിലുവിനെയും കുറ്റം പറയുന്നുണ്ട്, ഇപ്പോൾ ഇയാളിനെ പറയുന്നുണ്ട്. അപ്പം എന്താ പറയാനൊരു ഇതുമില്ല. അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ. ഇപ്പോൾ സിലു ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാം പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്നും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒരിക്കലും നമ്മൾ മൂന്നാമതൊരാളോട് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അത് എടുത്തിട്ട് അലക്കും. കുറേ ഷാജിയുടെ പുറകെ ആയിരുന്നു, ഇപ്പോഴത്തെ സിലുവിൻ്റെ പുറകെയാണ് എല്ലാവരും. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം സിലുവിൻ്റെ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് വേണം പറയാൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് ഇന്ന പോലെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു രീതിക്കായിരിക്കും അവരത് എടുത്തിടുന്നത്. ഇപ്പോൾ ഷെഫീന ബീവിക്ക് തന്നെ കണ്ടില്ല, നിങ്ങളത് യാതൊരു കാരണവശാലും പുറത്ത്
കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് സിലു ഇട്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി അതെടുത്ത് പബ്ലിക്കിന് മുമ്പിലിട്ടു. അതിപ്പോൾ ഇത്രത്തോളം ഇതായി ഒരുപാട് ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് പുറത്ത് വന്ന് പറയരുത്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, സെപ്പറേറ്റഡേ ആയിട്ടുള്ളൂ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പുതിയൊരു വീട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് വിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സിലു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ഞാനെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നാണ് സിലുവിൻ്റെ വീഡിയോയിൽ സിലു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിലുവിൻ്റെ ഭാഗത്താണ് ന്യായം എന്നാണ് എനിക്ക് സിലുവിൻ്റെ വീഡിയോ കണ്ടത്രത്തോളം എനിക്ക് മനസ്സിലായത്. ഈ പുള്ളിക്കാരൻ നുണ പറയുന്ന ഒരു ക്യാരക്ടറാണ്, പെട്ടെന്ന് ചൂടാകുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഒരു ഫുട്ടേജ് കാണുമ്പോൾ തന്നെ അറിയാലോ, അതിൽ പുള്ളിക്കാരൻ തട്ടി മാറ്റുന്നതും ഇതൊക്കെ അത് ഇപ്പം നടന്നൊന്നും അല്ലായിരിക്കും, അത് നേരത്തെ സംഭവിച്ചതായിരിക്കും. അത് ഇപ്പം നടന്നതുപോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒന്നിക്കാൻ സാധിക്കുമെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് പോവട്ടെ. ഇപ്പം 5 മക്കളാണ്, ആ 5 മക്കൾക്കാണ് ഒരു ഇത് വരുന്നത്. മക്കളുള്ളവർ ഒരിക്കലും പിരിയാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് തട്ടിയിട്ട് അത് ആ ജീവിതം തന്നെ ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ ആകുന്നതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നാണ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ മക്കളുള്ളവർ കല്യാണമേ കഴിക്കാൻ പാടില്ല, പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ നടക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സ്വസ്ഥതയുണ്ടാവും. മക്കളുള്ളവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടു കാര്യം, പിന്നെ ഒരു രക്ഷയുണ്ടല്ലോ. ജീവിതാവസാനം വരെ ആ ഒരു ഇത് നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഒരിക്കലും നമുക്ക് ആ ഒരു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, കുട്ടികളുള്ളവർ കല്യാണം കഴിക്കുകയോ ചെയ്യരുത്, ഡിവോഴ്സ് ചെയ്തോ വേണമെങ്കിൽ, പക്ഷേ വേറൊരു കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുകയോ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ലിവിങ് ടുഗദറായിട്ട് കഴിയുക, അപ്പോഴും പിന്നെയും സ്വസ്ഥതയുണ്ടാവും. അല്ലാതെ കല്യാണം കഴിച്ച് വേറൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്. ആദ്യമൊക്കെ പറയും മക്കളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യം നടക്കുന്നത് വരെ പറയും മക്കളെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ആ മക്കളെ കൊണ്ടുവരും, പിന്നെ പല പ്രശ്നങ്ങളാവും മക്കളെ. അല്ലെങ്കിൽ യഥാർത്ഥ സത്യം പറഞ്ഞിട്ട് മാത്രം കല്യാണം കഴിക്കുക. ഈ നുണയും ഇതും പറഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് മാരേജ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഓരോ ഇതുകൊണ്ടും പെണ്ണിനെ പീഡിപ്പിക്കുന്ന പല ആളുകളും നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഞാൻ പറയുകയാണ്, മക്കളുള്ളവർ ഒരിക്കലും വേറൊരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. അല്ലെങ്കിൽ അത്രത്തോളം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രം ആ ഒരു കല്യാണത്തിന് സമ്മതിക്കുക. അതാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മളെ അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും, നമുക്ക് ജീവിതാവസാനം വരെ ഒരു സ്വസ്ഥതയുണ്ടാവില്ല, പല രീതിയിൽ നമ്മളെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എന്തായാലും സിലുവും ഗഫൂർക്കയും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഇപ്പോഴും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.